എടി നിനക്ക് അടക്കമായില്ലേടി നിനക്ക്? നീ വീണ്ടും എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണമുണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണമുണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ. നിങ്ങളിപ്പോൾ വീഡിയോ കേട്ടല്ലോ. ഇതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് രേണുസുതി പറയുന്നത് തൻ്റെ ജാതിയെ പറ്റി, തൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ജാതിയിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഫീന ബീബി കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ രേണുസുതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇത് കണക്ക് രേണുസുതിക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ കുറേ പേരുണ്ട് ഇത് കണക്ക് രേണുസുതി പറയാത്ത കാര്യങ്ങൾ പറയുകയും എന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും രേണുസുതിക്കെതിരെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇഷ്ടമല്ലാതൊക്കെ ഉണ്ട്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ യോജിക്കാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇവരവരുടെ പാട് നോക്കിയുണ്ടെങ്കിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഷഫീന ബീവിയെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഇത് കണക്ക് രേണുസുതിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ ഇത് ഞങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാം ശരിയെന്നൊന്നും ഞാനും പറയത്തില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതമാണ്, അവർക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിക്കാം. നമ്മളൊന്നുമല്ല അവർക്ക് ചിലവിന് കൊടുക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഷഫീന ബീവി ചെയ്ത കണക്കുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വെച്ച് വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക.